സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുനിന്ന് ബെൽ ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസ് ഓരോ ക്ലാസ്സും അതിൻ്റെ ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രേഡ് 10 ലെസൺ 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. Welcome to my channel. So today we are going to start our new lesson. So already we have discussed about the many things about matter. മാറ്ററിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വാട്ട് ഈസ് എ മാറ്റർ, പിന്നെ മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാറ്ററിൽ സ്റ്റേറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്, അവരെ ഇൻറ്റർ കൺവേർഷൻസ്, ഓൾ ദീസ് വി ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് ലെസൺ. നൗ വി ആർ ജസ്റ്റ് ഗോയിങ് ഇൻ ഡീപ്പ് ടു ദിസ് മാറ്റർ. ഇനി നമ്മൾ മാറ്ററിൻ്റെ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോവുകയാണ്, മാറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് തന്നെ പറയാം. സോ ബിഫോർ ദാറ്റ് ഐ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ലൈക്ക് ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഒരു പാക്കറ്റ് ഓഫ് ജ്യൂസ് വാങ്ങിയില്ലേ, നമുക്കറിയാം ഇറ്റ്സ് എ മാറ്റർ. എനിത്തിങ് വിച്ച് ക്യാൻ ഒക്യുപ്പൈ എ സ്പേസ് ഓർ വിച്ച് ഹാസ് എ മാസ്, വി കോൾ ഇറ്റ് എസ് എ മാറ്റർ. അപ്പോൾ ജ്യൂസ് എന്താ ഒരു മാറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ജ്യൂസ് വാങ്ങി, ഞാനത് ഓപ്പൺ ചെയ്തു. ഇഫ് ഇറ്റ് ഇസ് അതിൽ ഒരു പ്രോബ്ലവും ഇല്ല, ടേസ്റ്റും നല്ലതാണെങ്കിൽ വി വിൽ സീ ദാറ്റ് ഇറ്റ്സ് എ പ്യുവർ ജ്യൂസ് ഓർ ഇറ്റ്സ് എ ഗുഡ് ജ്യൂസ്. പ്യുവർ ജ്യൂസ് എന്ന് തന്നെ പറയും, ഇറ്റ്സ് എ പ്യുവർ വൺ. ഇനി ചില മിൽക്കിൻ്റെ ബോട്ടിലിലൊക്കെ കാണാം നിങ്ങൾക്ക് പ്യുവർ കൗസ് മിൽക്ക് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി പ്യുവർ മിൽക്ക് എന്നൊക്കെ കാണാം അല്ലേ. ആസ് എ കോമൺ പീപ്പിൾ ഓക്കെ ഇറ്റ്സ് പ്യുവർ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അത് നല്ല പ്യുവർ മിൽക്കാണ്, വി ക്യാൻ ബൈ ഇറ്റ്. ഇനി അതേപോലെ നമുക്കൊരാൾ 1 ഗ്ലാസ് ഓഫ് ലെമണേഡ്, ഒരു കുറച്ച് ഷുഗർ സൊല്യൂഷനോ വെള്ളം കുടിക്കാൻ തന്നു. സോ വിൽ ലുക്ക് അറ്റ് ഇറ്റ്, അതിൻ്റെ ഗ്ലാസ് ക്ലീനാണ്, അതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് ഒന്നുമില്ല, ഇറ്റ് ടേസ്റ്റ് ഗുഡ്, ദെൻ വിൽ സോ ഇറ്റ്സ് എ പ്യുവർ. ഓർ ദാറ്റ് ഷോപ്പ് ഇസ് പ്രൊവൈഡിങ് എ പ്യുവർ വാട്ട് എവർ ഇറ്റ് മേ ബി ജ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പാന്നൊക്കെ പറയും. അതൊക്കെ ആസ് എ കോമൺ പേഴ്സൺ നമ്മളൊരു പ്യുവർ എന്ന് പറയുന്ന കാര്യം എന്താ, നോ അഡൾട്രേഷൻ, അതിൻ്റെ അഡൾട്രേഷൻ ഇല്ല, അതിൽ വേണ്ടാത്ത സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല, വി വിൽ കോൾ ഇറ്റ് എസ് എ പ്യുവർ സബ്സ്റ്റൻസ്. ബട്ട് ഒരു കെമിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഒരു പ്യുവർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അതിൽ അഡൾട്രേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അവിടെ ഫാക്ടർ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സം അതർ തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ലെസൺ. ഈ ലെസൻ്റെ പേര് ഈസ് മാറ്റർ അറൗണ്ട് അസ് പ്യുവർ. ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ചുറ്റുമുള്ള എയർ പ്യുവർ ആണോ, അല്ലെങ്കിൽ അപ്പം മാറ്റർ പ്യുവർ ആണോ എന്നുള്ളതാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്യൂരിറ്റി പറയുന്നത് നമ്മൾ അതിൻ്റെ ഇന്നെടുത്ത സാധനമാണോ അല്ലെങ്കിൽ അതിൽ അഡൾട്രേഷൻ, അത് ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം അതർ ഫാക്ടേഴ്സ്. സോ നമ്മൾക്ക് പറയാം, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കെമിസ്റ്റിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഓഫ് മിൽക്ക് കൊടുത്തു, പ്യുവർ മിൽക്കാണ്. ആസ് എ കോമൺ പീപ്പിൾ he will tell that it's not a pure substance, it is a mixture എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും അതെന്താ. അതേപോലെ ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ ഇൻ വിച്ച് ഐ ഹാവ് ആഡഡ് സം സോൾട്ട് ഓർ ഷുഗർ ഇസ് ഗിവൺ ടു എ കെമിസ്റ്റ് ഓർ എ സയൻറ്റിസ്റ്റ്, ദെൻ ഹി വിൽ സേ ഇറ്റ്സ് നോട്ട് എ പ്യുവർ തിങ്, ഇറ്റ്സ് എ മിക്സ്ചർ. കണ്ടോ, അത് പ്യുവർ അല്ല മിക്സ്ചർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ അവർ ആ മാറ്ററിനെ എന്തിൻ്റെയോ ബേസിസിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ, എന്തോ കാര്യം കൊണ്ടാണ് ദേ ആർ ടെല്ലിങ്. ഇനി അതിനനുസരിച്ച് ഞാനൊരു ഗ്ലാസ് ഓഫ് പ്യുവർ വാട്ടർ ഒന്നും ആഡ് ചെയ്ത വാട്ടർ കൊടുത്തപ്പം ഹി വിൽ ടെൽ ദാറ്റ് ദിസ് ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഇനി അതിന് പകരം ഞാനൊരു അയേൺ പീസ്, നല്ലൊരു അയേൺ പീസ് കൊടുത്ത് ഹി വിൽ ടെൽ ദാറ്റ് ഇറ്റ്സ് എന്ത് പറയുന്നത് വെച്ചാൽ ഇറ്റ്സ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അവിടെ എന്തോ ഫാക്ടർ വെച്ചിട്ടാണ് മാറ്ററാണ് ദേ ആർ ക്ലാസിഫൈങ്. So today we are going to discuss more about the classification of matter. So matter is classified into 2 types, depends upon the constituent particle. അങ്ങനെ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാൻ into 2 types. എന്താണ്? One is called as the pure substance and other is known as mixtures. So matter, we know that what is a matter? A matter is anything which has mass and occupies a space. And this matter is divided into 2 categories. നമ്മൾ കാണുന്ന ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളെയും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. One is pure substance and mixture. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം പ്യുവർ സബ്സ്റ്റൻസിന്. സിൽവർ, ഗോൾഡ്, അയോൺ, വാട്ടർ, carbon dioxide. Okay, now I will tell some examples for mixture. Salt water,
sugar solution. ഇങ്ങനെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുക എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. വാട്ട് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്? കോമൺ പേഴ്സണിൻ്റെ പ്യൂരിറ്റി അല്ല നമ്മൾ പറയുന്നത്, നമ്മൾ മാറ്ററിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് പഠിച്ചിട്ടാണ് പറയുന്നത്. എ പ്യുവർ സബ്സ്റ്റൻസ് ഇസ് എനിത്തിങ് വിച്ച് കണ്ടെയ്ൻ any one constituent particle. ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ മാത്രമേ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടുള്ള മാറ്റർ മാത്രമേ ആ ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടാവുള്ളൂ. സോ വാട്ട് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്? എ പ്യുവർ സബ്സ്റ്റൻസ് ഇസ് എനിത്തിങ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ. അത് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, കോമ്പൗണ്ട് എന്തോ ആയിക്കോട്ടെ, പക്ഷേ അതിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അതിൽ വേറെ ഒരാൾക്കാരും വന്നിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ സിൽവർ. ഞാൻ പ്യുവർ ആയിട്ടുള്ളൊരു സിൽവറിനെ എടുക്കണം, അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ലെങ്കിൽ ഇറ്റ്സ് എ പ്യുവർ കോമ്പൗണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വേറെ ഒരു എലിമെൻറ്റും മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഗോൾഡ് എന്ന് ഇപ്പം നമ്മളിടുന്ന ഓർണമെൻറ്റ്സ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ പ്യുവർ തിങ്. എന്തുകൊണ്ടാണ്? ഗോൾഡ് ആസ് സച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സോഫ്റ്റും ഫ്ലെക്സിബിളും ആയിട്ടുള്ള ഒരു എലിമെൻ്റാണ്. അതിന് ഇങ്ങനെ ഒരു ഗോൾഡ് അല്ലെങ്കിൽ നമ്മൾ അതൊരു ഓർണമെൻ്റ് ആക്കി മാറ്റുമ്പം അതിൽ വേറെ കുറേ എലിമെൻറ്റ്സ് അലൂമിനിയം ഒക്കെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആക്കേണ്ട അലൂമിനിയം അല്ല കോപ്പർ പോലത്തെ എലിമെൻറ്റ്സ് മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നത്. സോ നമ്മൾ ഓർണമെൻറ്റ്സ് ആയ ഗോൾഡിന് ഞാൻ പ്യുവർ എന്ന് പറയില്ല, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് അതർ കെമിക്കൽ സബ്സ്റ്റൻസ്. ബസ് ആസ് സച്ച് നമുക്കറിയാം ഗോൾഡ് നമുക്ക് ഏർത്ത് നിന്നാണ് കിട്ടുന്നത്. ഏർത്ത് നിന്ന് കിട്ടുന്ന പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് അതിൽ വേറെ ഒരു എലിമെൻറ്റും ഇല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്യുവർ സബ്സ്റ്റൻസ്. അയേണും ഇതേപോലത്തെ ഒരു എലിമെൻ്റാണ്. അതിലും എന്താണ് അയേൺ എന്ന് പറഞ്ഞാൽ അയേൺ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ. ഇനി ഞാൻ അയേൺ എങ്ങനെയൊക്കെ പൊട്ടിച്ചെടുത്താൽ ഐ വിൽ ഗെറ്റ് ഓൺലി അയേൺ. സോ അയേൺ ഇസ് എ പ്യുവർ എലിമെൻറ്റ്. വാട്ടർ. ഞാനൊരു ബോട്ടിൽ നിറയെ വാട്ടർ എടുത്തു. ഇതിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല അറിയാം, H2O ആണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടെ മിക്സ് ചെയ്താലാണ് വാട്ടർ ആവുന്നത്. ഞാൻ ഈ വാട്ടറിൻ്റെ ഏതൊക്കെ സ്മോൾ ഡ്രോപ്പ് എടുത്താലും അതെന്താണ്? H2O തന്നെയാണ്. അതിൽ വേറെ അതിലൊരാൾ മിക്സായാൽ അത് പ്യുവർ കോമ്പൗണ്ട് അല്ല. സോ H2O അങ്ങനെ കുറേ H2Oകളാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ്. ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിൽ വേറെ ഒന്നും മിക്സ് ചെയ്യാതെ നമുക്ക് ഒരു സിലിണ്ടറിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദറ്റ് ഗ്യാസ് ഇസ് പ്യുവർ. ഇറ്റ് ഇസ് നോട്ട് മിക്സ്ഡ് വിത്ത് എനി സബ്സ്റ്റൻസ്. അപ്പം എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? A pure substance is those in which there is only one constituent particle. അതായത് it consists of either atom ആവാം, ഒരൊറ്റ ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ദീസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഫോർ പ്യുവർ സബ്സ്റ്റൻസ്. വി വിൽ ബി ഡിസ്കസിങ് മോർ ഇൻ ഡീറ്റെയിൽ ഓഫ് ദിസ് പ്യുവർ സബ്സ്റ്റൻസ് ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ലെസൺ. സോ നെക്സ്റ്റ് കം മിക്സ്ചേഴ്സ്. നമുക്ക് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് മിക്സ്ചറാണ്. ഈ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് മിക്സ്ചർ. സോൾട്ട് ഉണ്ട്, വാട്ടർ. ഒരു സോൾട്ട് വാട്ടർ എന്ന് പറയാം. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 സബ്സ്റ്റൻസസ്. 2 മാറ്ററുകൾ ഉണ്ടായില്ലേ, സോൾട്ട് എന്ന മാറ്ററും വാട്ടർ എന്ന മാറ്ററും. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 സബ്സ്റ്റൻസസ്. ഈ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സോൾട്ടിൻ്റെ കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ NaCl, വാട്ടർ. ഇവർ രണ്ടാളും കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോൾട്ട് എന്ന് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്ന ലിക്വിഡ് കിട്ടുന്നത്. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or more chemical substances. A mixture can be defined as anything or which is formed by the combination of 2 or more substances. Sugar solution. ഷുഗർ എന്ന് പറയുന്നതിൽ ഷുഗറുമുണ്ട്, സൊല്യൂഷനിൽ വാട്ടറുമുണ്ട്. ഇവരാണ് എന്തുണ്ടാക്കുന്നത്? മിക്സ്ചർ. 2 ആൾക്കാർ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? മിക്സ്ചർ. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസസ് ആർ ദോസ് ഇൻ വിച്ച് ഓൺലി വൺ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ. ഇറ്റ് ക്യാൻ ബി one substance will be present. There will be only one substance. It can be ചിലപ്പം ഒരു ആറ്റം ആയിരിക്കും, ചിലപ്പോൾ ഒരു മോളിക്യൂൾ മാത്രമായിരിക്കും അതിലുണ്ടാവുക. ബട്ട് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 or more substances. To discuss in detail about the mixtures. അപ്പോൾ മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്.
ഇപ്പം നമുക്കറിയാം മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ നമ്മൾ സോൾട്ട് ആൻഡ് വാട്ടർ വെച്ചിട്ട് മാത്രം നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് പറയാൻ. നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി മോർ ഈസി ടു റിമൈൻഡ് ഓൾസോ. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാനും എളുപ്പമാണ്. സോ എ മിക്സ്ചർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more. ചിലപ്പോൾ മോർ ആയിരിക്കും. ചിലപ്പോൾ ഞാനൊരു സൊല്യൂഷനിൽ സോൾട്ടും വാട്ടറും ഷുഗറും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ORS സൊല്യൂഷനിൽ അല്ലേ നമുക്കറിയാം സോൾട്ടും ഷുഗറും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സോൾട്ട് ഇട്ടുണ്ട് ഷുഗർ ഇട്ട് അപ്പം ചിലപ്പോൾ എന്താ മിക്സ്ചർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more substances. But the speciality are they are not chemically combined. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ട് പുതിയ കോമ്പൗണ്ട് ഒന്നും ഉണ്ടാവുന്നില്ല. സോ ദർ ഇസ് നോ കെമിക്കൽ റിയാക്ഷൻ. സോൾട്ടും വാട്ടറും തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷനും ഇല്ല. ദേ ആർ ജസ്റ്റ് ഫിസിക്കലി കമ്പൈൻഡ്. സോൾട്ട് എടുത്തു വെള്ളമായിട്ട് മിക്സായി, ഇത്രയേ അവിടെ നടക്കുന്നുള്ളൂ. സോ ദർ ഇസ് നോ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മിക്സ്ചർ അല്ല, അതിന് വേറെയാണ് നമ്മൾ പറയുക. സോ സോൾട്ട് ആൻഡ് വാട്ടർ ഇറ്റ്സ് എ കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി നോ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദീസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ. കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിളായിട്ട് നോ കെമിക്കൽ റിയാക്ഷൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്. ഇങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ്, ഈ ഫിസിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്. ഫിസിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല സെൻട്രിഫ്യൂഗേഷൻ അല്ലെങ്കിൽ ഇവോപ്പറേഷൻ ഇതേപോലത്തെ സിമ്പിൾ പ്രോസസ്സ് കൊണ്ട് നമുക്ക് ഇവരെന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കറിയാം കെമിക്കൽ കോമ്പൗണ്ട്, എനിക്കിപ്പം H2O എന്ന് പറഞ്ഞത് ഒരു കോമ്പൗണ്ടാണ്. ഇതിനെ എനിക്ക് വെറുതെ വെള്ളം പുറത്തെടുത്ത് വെച്ച് എനിക്ക് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുമൊന്നുമില്ല. ഇതിൽ ഞാൻ വല്ല കെമിക്കൽ റിയാക്ഷൻസും കെമിക്കൽ അപ്പാരറ്റസ് ഒക്കെ ചെയ്താൽ മാത്രമേ എനിക്ക് ഹൈഡ്രജനെ വേറെ ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ബട്ട് ഇൻ ദിസ് കേസ് ഓഫ് ഷുഗർ ആൻഡ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷുഗർ ആൻഡ് വാട്ടർ ഇറ്റ് ക്യാൻ ഈസിലി ബി സെപ്പറേറ്റഡ്. സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ട് ആൻഡ് വാട്ടറിന് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സോൾട്ട് സൊല്യൂഷൻ നിങ്ങൾ ഒരു ബൗളിൽ ഉണ്ടാക്കിയിട്ട് ഒരു 1 day, വലിയ എമൗണ്ടിൽ ഉണ്ടാക്കേണ്ട, കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് കീപ്പ് ഇറ്റ് ദേ ഫോർ എ ലോങ് ടൈം. ഒരു 1 day ഒക്കെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഒരു ദിവസം കഴിഞ്ഞ് താഴെ കുറച്ച് വെള്ളം ഫുള്ളി ഇവോപ്പറേറ്റ് ചെയ്ത് പോയിട്ട് എന്തുണ്ടാവും? നമുക്ക് എന്ത് മാത്രം കിട്ടും? സോൾട്ട് മാത്രം താഴെ സെറ്റിലായിട്ട് കിട്ടുന്നത് കാണാം. സോ ഇവരെന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടില്ലായിരുന്നു. ദേ വിൽ ബി കമ്പൈൻഡ് ടുഗെദർ. അപ്പോൾ ഇവിടെ എന്താണ്? വി ക്യാൻ സെപ്പറേറ്റ് ദം ബൈ സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്. അതാണ് ഈ മിക്സ്ചേഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ വാട്ട് ഈസ് എ മിക്സ്ചർ? നമുക്കറിയാം മിക്സ്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദർ ഇസ് നോ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ ആൻഡ് ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ അതിനെയും പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ മെത്തേഡ്സ് വഴി നമുക്ക് ഇവരെന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ വേറൊരു മിക്സ്ചർ കാണിച്ചു തരാം കേട്ടോ. 2 ടൈപ്പ് ഓഫ് മിക്സ്ചർ. ഇപ്പം ഞാൻ പറഞ്ഞു സോൾട്ട് സൊല്യൂഷൻ ഇറ്റ്സ് എ മിക്സ്ചർ. ഇനി ഇതേപോലെ ഞാൻ പറയാം സാൻഡ് ആൻഡ് വാട്ടർ. ഞാൻ എന്ത് ചെയ്തു? കുറച്ച് സാൻഡ് എടുത്തിട്ട് വെള്ളം. ഇനി അതും വേണ്ട, ചോക്ക് ആൻഡ് വാട്ടർ. ചോക്ക് ആൻഡ് വാട്ടർ. ഒരു ഗ്ലാസ്സിൽ സോൾട്ട് സൊല്യൂഷനും ഉണ്ട്, ഒരു ഗ്ലാസ്സിൽ ചോക്ക് ആൻഡ് വാട്ടർ ആയിക്കോട്ടെ. ചോക്ക് ആൻഡ് വാട്ടർ ഉണ്ട്. ഇത് രണ്ടും എന്താണ്? മിക്സ്ചേഴ്സാണ്. സോൾട്ട് എന്ന് പറഞ്ഞ ഒരു കോമ്പണൻറ്റും വെള്ളം എന്ന് പറഞ്ഞ് നെക്സ്റ്റ് കോമ്പണൻറ്റും കമ്പൈൻ ടുഗെദർ ടു ഫോം എ സോൾട്ട് സൊല്യൂഷൻ. ഹിയർ chalk is a substance and water is another substance which both together combine together to form a solution. That is chalk solution. രണ്ടും കണ്ട് what you feel any difference between them? നമ്മൾ രണ്ടെണ്ണം ഇത് നിങ്ങൾ കാണുന്നതിന് ഇതും വേണ്ട, വീട്ടിൽ കുറച്ച് സാൻഡ് എടുത്തിട്ട് മിക്സ് ചെയ്താലും യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. നമുക്ക് കാണാൻ പറ്റും. ഇൻ സോൾട്ട് സൊല്യൂഷൻ വി കനോട്ട് ഐഡൻറ്റിഫൈ വേർ ഇസ് സോൾട്ട്. എനിക്കൊരു സോൾട്ട് സൊല്യൂഷൻ കണ്ട ആ സൊല്യൂഷൻ നോക്കിയിട്ട് എനിക്ക് സോൾട്ട് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ സോൾട്ട് ഐ ക്യാൻ സീ ഹിയർ എന്ന് പറയാൻ പറ്റുമോ? നോ. നമുക്ക് അവിടെ ഒരു സ്പെഷ്യൽ ബൗണ്ടറി കാണാൻ പറ്റും. എനിക്കൊരു സോൾട്ട് സൊല്യൂഷൻ കുടിക്കാൻ തന്നിട്ടുണ്ട്, ഐ കനോട്ട് ഫൗണ്ട് വേർ ഇസ് ദ സോൾട്ട് അല്ലെങ്കിൽ വേർ ഇസ് ദ വാട്ടർ. നമുക്ക് ആസ് സച്ച് ആണ് കിട്ടുന്നത്, ഹോമോജീനിയസ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. എവിടെ സോൾട്ട് എവിടെ
ഇന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തേയില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ചോക്ക് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ സാൻഡ് ആൻഡ് വാട്ടർ കുറച്ചുകൂടെ നമുക്ക് ആലോചിക്കാൻ എളുപ്പം അല്ലേ. നമ്മൾ ഡെയിലി നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു എക്സാമ്പിളാണ് സാൻഡ് എടുക്കുക, കുറച്ച് വെള്ളത്തിൽ കലക്കുക. സോ വി ക്യാൻ സി ഈ സാൻഡ് ആൻഡ് വാട്ടർ എടുത്താൽ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്ത്, കുറച്ച് സാൻഡുകൾ ഇങ്ങനെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. വാട്ടർ വിൽ ബി എന്തുണ്ടാവും, മുകളിൽ നിൽക്കുന്നുണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് ഐ ക്യാൻ സേ ഇവിടെ സോൾട്ട് ആണല്ലോ, ഇവിടെ വാട്ടർ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ പറയാൻ പറ്റും. ബട്ട് ഇൻ ദി കേസ് ഓഫ് salt solution we cannot say that where is salt or where is the water. There is no type of distinct boundary ഒന്നുമില്ല. ഇവിടെ നമുക്ക് പറയാം സാൻഡ് ഇവിടെ വരെ ഉണ്ട്, മുകളിൽ അതാ വെള്ളം സെറ്റിൽ ചെയ്യുന്നു. ഐ ക്യാൻ സീ ദ വാട്ടർ, ഐ ക്യാൻ സീ ദ സാൻഡ് ഹിയർ. സോ based upon the nature of the constituent particle, ഈ മിക്സ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളിൻ്റെ നേച്ചറിനൊക്കെ ബേസ് ചെയ്തിട്ട് മിക്സ്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types. മിക്സ്ചേഴ്സിനെ നമ്മൾ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തു എന്ത്, മിക്സ്ചറായിട്ടും പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട്. ഇനി ഈ മിക്സ്ചറിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ എന്താണ്, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ്. ഈ ഒരു ലെസൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, ഇതുതന്നെയാണ് നമ്മുടെ +1 ഫസ്റ്റ് ലെസൺ. സോ ഈ ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ നമ്മുടെ 11th സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണവരാണെങ്കിൽ ഫസ്റ്റ് ലെസൺ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ബേസ് തന്നെയാണ് ശരിക്കും നമ്മുടെ ഫസ്റ്റ് ലെസൺ +1 എന്ന് പറയുന്നത്. സോ മിക്സ്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഇപ്പം നിങ്ങൾക്കറിയാം എന്താണ് ഹോമോജീനിയസ്. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. സോൾട്ട് സൊല്യൂഷൻ, ഹെറ്ററോജീനിയസിന് സാൻഡ് ഇൻ വാട്ടർ. ഇപ്പം തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ യൂണിഫോംലി ത്രൂ ഔട്ട് ദ മിക്സ്ചർ അല്ലേ. അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ, അതിലുള്ള പാർട്ടിക്കിൾ യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്തിരിക്കുക, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെയോ അവർ ദേ ആർ നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. കാരണം വെള്ളം ഒരു സ്ഥലത്ത് കാണാം, സാൻഡ് അല്ലെങ്കിൽ ചോക്കാണെങ്കിലോ എങ്ങനെയായാലും നമുക്കിങ്ങനെ രണ്ടായിട്ട് കാണാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സേ ആർ ഹോമോജീനിയസ് ത്രൂ ഔട്ട് ദ മിക്സ്ചർ. അതായത് ഒരു യൂണിഫോം കോൺസെൻട്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടായിരിക്കും അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് അവരെ ഇന്നാൾ ഇവിടെ ഉണ്ട് ബൗണ്ടറി കണ്ടുപിടിക്കാൻ പറ്റില്ല. whereas in heterogeneous mixture we can easily find out the distinct boundary. നമുക്ക് അവർക്ക് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ബൗണ്ടറി കാണാൻ പറ്റും. സെക്കൻഡ് പ്രോപ്പർട്ടി, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ഫേസ് അല്ലേ. ഇത് നമ്മൾ സോൾട്ട് എന്ന് പറയുന്ന ഒരു സോളിഡ് പോലത്തെ ഒരു സാധനവും വെള്ളം എന്ന് പറയുന്ന ലിക്വിഡ് ആണെങ്കിൽ പോലും നമുക്കൊരൊറ്റ ഫേസിലാണ് കാണുന്നത് അല്ലേ. അല്ലാതെ സോളിഡ് ഫേസ് ഒന്നും ഇവിടെ ലിക്വിഡ് ഫേസ് വി ക്യാൻ സീ ഇറ്റ് ഇൻ ഓൺലി ഇൻ വൺ ഫേസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് സാൻഡ് എന്ന് പറഞ്ഞ സോളിഡായിട്ട് സോളിഡ് ഫേസിലും വാട്ടർ എന്നത് വാട്ടർ ഫോമിൽ അതായത് ലിക്വിഡ് എന്ന 2 ഫേസിൽ കാണാൻ പറ്റും. ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഒരൊറ്റ എക്സാമ്പിൾ ഉണ്ട് നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും എഴുതാൻ പറ്റും. സോ മിക്സ്ചേഴ്സ് നമുക്കറിയാം. വാട്ട് ഇസ് എ മിക്സ്ചർ? എ മിക്സ്ചർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more substances. And these mixtures are again classified into homogeneous substance and heterogeneous substance. Homogeneous substances are those in which the constituent particles are uniformly concentrated or uniform in the solution, whereas in heterogeneous solution the constituent particles are not uniform in their solution. ഒരു യൂണിഫോമിലായിരിക്കില്ല, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് we cannot see a distinct boundary. ഇവിടെ നമുക്കൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറി കാണാൻ പറ്റില്ല. വെള്ളം ഇവിടെ അല്ലെങ്കിൽ സോൾട്ട് ഇവിടെ. Here we can see a distinct boundary. And the third point is the constituent. അതായത് തേർഡ് പോയിന്റ്, അതായത് നമ്മൾ ഫസ്റ്റത്തെ രണ്ടും പറഞ്ഞു. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് there is only single phase. ഇവിടെ എന്താ, there will be one single phase. Here we can see more than one phase. ഇതാണ് ഹെറ്ററോജീനിയസിൻ്റെയും ഹോമോജീനിയസിൻ്റെയും ഡിഫറൻസും അവരുടെ എക്സാമ്പിളും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. ഒന്ന് ഈ സ്ലൈഡ്സിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് പോയിന്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻസിലിട്ടോളൊക്കെ. താങ്ക് യു.